ഹലോ ഫ്രണ്ട്സ്, ഏഞ്ചൽ ഏവരിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് നമ്മുടെ വീഡിയോയിലെ വിഷയം, നമ്മളടുത്ത് ഒരുപാട് കൂട്ടുകാർ കുറേ സംശയങ്ങൾ നമ്മൾ ചോദിച്ചിരുന്നു. നമ്മുടെ സമയത്തിൻ്റെ ഒരു പരിമിതി കൊണ്ട് നമുക്ക് വീഡിയോസൊക്കെ അധികം ചെയ്യാൻ പറ്റിയില്ല, ലോങ് വീഡിയോസ്. അപ്പോൾ അവരുടെ ചോദ്യങ്ങളും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്യൂച്ചറിലേക്ക് ഞാൻ ഏതൊക്കെ ബേഡുകളാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്, എൻ്റെ ഇപ്പോഴത്തെ പ്രോഗ്രസ്, ബ്രീഡിങ്ങിലെ പ്രോഗ്രസ്സും അതുപോലെ തന്നെ ഇന്ത്യൻ ഫ്യൂച്ചറിൽ ഏതൊക്കെ ബേഡുകളെയാണ് സെറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, അതുപോലെ നിങ്ങൾ ഏതൊക്കെ ബേഡുകളെ സെറ്റ് ചെയ്യണം ഇന്ത്യയുടെ ഫ്യൂച്ചറിൽ, ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്, അതുപോലെ ലവ് ബേഡ്സിൻ്റെ, അതായത് ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് കുറേ പേര് ചോദിച്ചിരുന്നു. അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. പിന്നെ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കണത് ഇപ്പോൾ ആഫ്രിക്കൻ ലവ് ബേഡ്സ് 9 സ്പീഷ്യസാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്രീഡായിക്കൊണ്ടിരിക്കുന്ന വെറൈറ്റി എന്ന് പറയുന്നത് മാസ്ക്, ഫിഷർ, പീച്ച്, പിന്നെ കുറച്ച് ഇതിൽ നയാസ, അതുപോലെ തന്നെ ബ്ലാക്ക് ചീക്ക്ഡ് ബേഡുകളാണുള്ളത്. പിന്നെ നമ്മുടെ അടുത്ത് ബ്ലാക്ക് ചീക്ക്ഡുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്ക് ആൻഡ് ഫിഷർ. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ഏത് ബേഡുകൾ, ഏത് മ്യൂട്ടേഷൻ ബേഡുകൾ നമ്മുടെ കയ്യിൽ, അതായത് ഏത് വെറൈറ്റി ബേഡുകൾ നമ്മുടെ കയ്യിൽ, ഇപ്പോൾ മാസ്ക് ഫിഷറാണ് ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബേസ് ബേഡ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിങ്ങളിപ്പോൾ പുതിയ കുറേ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർ ബേഡ്സ് ഈ മേഖലയിലേക്ക്, അത് ബേഡ്സിനെ വളർത്താൻ ഹോബിയുടെ പുറത്തിറങ്ങുന്ന ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളത്, ഒരുപാട് ചോദ്യങ്ങൾ വന്നു. അതുകൊണ്ട് പുറത്താണ് ഞാൻ ഈ ഒരു കണ്ടൻറ് എടുത്തത്. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ സീരീസ് ബേഡുകൾ നമ്മൾ കളക്ട് ചെയ്യുക, അതായത് ഷോ ലൈൻ ബേഡുകൾ. ഇപ്പോൾ ഫിഷറാണെന്നുണ്ടെങ്കിൽ വൈൽഡ് ഗ്രീൻ ഫിഷർ, പല ബ്രീഡർമാരെ പേരിലറിയപ്പെടുന്ന ബേഡുകളുണ്ട്. പീറ്റേഷ്യാങ്കലെ, അങ്ങനെ പല ഓരോരോ അലക്സ് ബൂ, അങ്ങനെ കുറേ ബ്രീഡർമാരുടെ പേരിലുള്ള അവരുടെ ഇവരിന്ന് അവിടെ നിന്ന് വന്ന് പിന്നെ അങ്ങനെ ബ്രീഡായി ഇവിടെ വന്നേക്കണ കുറേ ബേഡുകളുണ്ട്. ഇപ്പോൾ നമ്മൾ മാസ്ക് ആണെങ്കിലും ഫിഷറാണെങ്കിലും നമ്മൾ മാസ്കിൻ്റെ ഒപ്പ ലൈൻസ് അങ്ങനെ ചുരുക്കമുണ്ട്. എൻ്റെ വർക്കിംഗ് കണക്കുണ്ട്, നമ്മളും ചെയ്യുന്നുണ്ട് എൻ്റെ വർക്കിംഗ്. അപ്പോൾ അതിൻ്റെ ആണെങ്കിൽ നമുക്ക് വൈൽഡ് മാസ്കിൻ്റെ കോളർ, അതുപോലെ തന്നെ സൈസ്, അതിൻ്റെ ക്വാളിറ്റിയൊക്കെ സംഭവം ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ്റെ സഹായം വേണം. ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ യൂട്യൂബിൽ ഓരോ ഷോർട്ട് വീഡിയോ ഇട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്ത് ഓരോരുത്തർ നമ്മളത് കമൻറ്റ് ചോദിച്ചിട്ട് നമ്മൾ വാട്സപ്പിൽ വന്ന ആൾക്കാർക്ക് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇതൊക്കെയാണ്. അപ്പോൾ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാ ചോദ്യത്തിനും ഉള്ള ഉത്തരം നമ്മൾ ഇതിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് ഉപകാരപ്പെടട്ടെ എന്ന രീതിയാണ് നമ്മൾ ഒരു കണ്ടൻറ് എടുത്തത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൽഡ് ടൈപ്പ് ഓഫ് ബേഡുകൾ അത് നമ്മൾ കളക്ട് ചെയ്യുക. വൈൽഡ് ടൈപ്പ് ബേഡുകൾ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്, പറയേണ്ട ആവശ്യമില്ല. അതിൻ്റെ മാർക്കിങ്ങും ആ കാര്യങ്ങളൊക്കെ തന്നെ ഏറ്റവും നല്ല ഭംഗിയാണ്. നമ്മൾ അങ്ങനെയുള്ള ബേഡുകളെ കളക്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കത് പല രീതിയിൽ, ഇപ്പോൾ ഞാനിവിടെ ചെയ്തത് നേരത്തെ നിങ്ങൾ കണ്ടവരെ പാർ ബ്ലൂ, വയലറ്റ്, ഫിഷർ, ഞാൻ അതിനോട്ട് പേരുന്നത് എനിക്കൊരു എൻ്റെ ആഗ്രഹങ്ങൾ കാരണം വെച്ചാൽ ആ കറക്റ്റ് ആ വൈൽഡിൻ്റെ അതേ മാർക്കിങ് തന്നെ അതായത് മറ്റുള്ള കളറുള്ള വയലറ്റും അതുപോലെ പാർ ബ്ലൂ ആയിട്ടുള്ള ബേഡുകൾ ഇറക്കിയിടണം. അത് നമ്മുടെ ഓരോരുത്തരുടെ ആഗ്രഹമാണ്. അപ്പം എൻ്റെ ഒരു ആഗ്രഹമാണ് അങ്ങനെ സെറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കണം. പാർ ബ്ലൂ, വയലറ്റ് രണ്ടും ഫിഷറാണ് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കണം. നല്ല മാർക്കിങ്ങുള്ള പാർ ബ്ലൂ, വയലറ്റ്, DF, അതിൻ്റെ കൂടെ വൈൽഡ് ഗ്രീൻ ഫിഷർ അങ്ങനെ സെറ്റ് ചെയ്തേക്കണം. ഇപ്പോൾ സ്പ്ലിറ്റ് ബേഡ് എടുത്തിട്ട് എനിക്ക് ഇറക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പേര് സെറ്റാക്കി ഇങ്ങനെ ഇട്ടേക്കണം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്തതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിലേക്ക് നമുക്കിപ്പോൾ പേൽ ആണെങ്കിൽ ശരി, അതുപോലെ ഡങ്ക് പേലോ, ഡയലോട്ട്, ഈ ബേഡുകൾ, ഹൈ മ്യൂട്ടേഷൻ ബേഡുകൾ നമ്മൾ ഏവരിലേക്ക് ഇപ്പോൾ ഒരു നല്ല ബ്രീഡറായി, നല്ല പെഡിഗ്രിയിലുള്ള നല്ല ലൈനേജ് നമ്മൾ ബേഡ്സിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇതിൽ നിന്ന് ഇറങ്ങുന്ന ചിക്സുകളോട്ട്, അതായത് ഷോ ലൈൻ വൈൽഡ് ബേഡുകളിൽ നിന്ന് ഇറങ്ങുന്ന ചിക്സുകളോട്ട് നമുക്ക് പെയർ ചെയ്ത് അതിൻ്റെ അകത്ത് സ്പ്ലിറ്റ് ബേഡ് ഇറങ്ങാൻ പറ്റും നല്ല ക്വാളിറ്റിയിൽ. എല്ലാവർക്കും അറിയാൻ പറ്റും ഷോ ലൈൻ ബേഡ് എന്ന് പറയുമ്പോൾ നല്ല മാർക്കിങ്, അത് ഒരു ഇൻബോട്ട് ലൈനേജാണ് കാര്യം. നേരത്തെ പറഞ്ഞിരുന്നു പീറ്റേഷ്യാങ്, അതുപോലെ തന്നെ അലക്സ് ബൂം, അഗാപ്പോണിസ്, ഡെൻമാർക്ക്, അങ്ങനെ വന്ന ലൈനുകളാണ് കൂടുതൽ നമ്മുടെ കേരളത്തിലുള്ളത്. നമുക്കറിയാവുന്ന ഒരുപാട് ബ്രീഡർമാരുണ്ട്, എൻ്റെ ഉണ്ട് കുറച്ച്, അതുപോലെ നമ്മുടെ കൂട്ടുകാരുടെ അടുത്തുണ്ട്. അപ്പോൾ അങ്ങനെ ആ ബേഡുകൾ നമ്മൾ ആദ്യം ബേസിക്കായിട്ട് നമ്മൾ പെയറിങ്ങിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ നല്ല കളക്ഷൻ എടുത്തിട്ടാണ് ഫ്യൂച്ചറിലേക്ക് പ്ലാൻ എന്നുണ്ടെങ്കിൽ എടുത്തിട്ടുള്ള ബേഡുകളാണ് ഇത്. സാധാരണ രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ആവശ്യമൊന്നുമില്ല. സാധാരണ ബേഡ്സ് ആയാലും നമുക്ക്, അല്ലാതെ നമുക്ക്
നമ്മുടെ മാർക്കറ്റിലൊക്കെ ഒരുപാട് കിട്ടും. പക്ഷെ നമ്മൊരു ക്വാളിറ്റിയുടെ പുറത്താണ് ഡെവലപ്പ് ചെയ്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ബേഡുകൾ സെറ്റ് ചെയ്യുക. ഞാൻ അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കണത്. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ച കുറേ ആൾക്കാർക്കുള്ളൊരു ഉത്തരവാണ് ഇപ്പോൾ തന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ ഇവരിൽ 2 രീതിയിലാണ് പെയർ ചെയ്തേക്കുന്നത്. അതായത് മെയിൽ ബേഡുകളെ കൂടെ പാർബിൾ വയലറ്റ്, അതുപോലെ തന്നെ DF വയലറ്റ് ഫിഷർ, അങ്ങനെ അതുപോലെ തന്നെ ഫീമെയിൽ വൈൽഡ് ഗ്രീൻ ഫിഷറിൻ്റെ കൂടെ ഗ്രീൻ ഫിഷർ ഒപ്പലൈൻ യൂവിങ്, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ബേഡ് അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒപ്പലൈൻ കിട്ടി. ഞാൻ ഒരു പെയറിങ് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ബ്രീഡിങ്ങിൽ 2 കുഞ്ഞിനെ കിട്ടിയുള്ളൂ. 3 ഉണ്ട്, അതിൽ 2 നമുക്ക് കിട്ടിയുള്ളൂ. അതിനുശേഷം ഇപ്പോൾ സെക്കൻഡ് പെയറിങ്ങാണ് കിട്ടേക്കണത്. അപ്പോൾ ഇത് ഒപ്പലൈൻ മെയില്, ഫീമെയില് വൈൽഡ് ഗ്രീൻ ഫിഷർ. അപ്പോൾ ഇതിന് മുമ്പ് കണ്ടത് വൈൽഡ് ഗ്രീൻ ഫിഷർ മെയില്, വയലറ്റ് പാർബിളും ഫീമെയിൽ, അപ്പുറത്തെ കുട്ടി ഇപ്പോൾ അപ്പുറത്ത് കാണുന്ന പേര്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒപ്പലൈനും കിട്ടും, സ്പ്ലിറ്റ് ഒപ്പലൈനും കിട്ടും. മറ്റേതിൻ്റെ അകത്ത് നിന്ന് വയലറ്റ് ഗ്രീൻ, അതുപോലെ തന്നെ പാർബിൾ വയലറ്റ് B1 B2, ഗ്രീൻ തന്നെ B1 B2, അതുപോലെ തന്നെ ഗ്രീൻ തന്നെ B1 അങ്ങനെയുള്ള ബേഡ് കിട്ടും. പാർബിളിൻ്റെ സ്പ്ലിറ്റ്, അതുപോലെ തന്നെ ബ്ലൂ സ്പ്ലിറ്റ് ബേഡുകളും എല്ലാം. അപ്പോൾ ആ ബേഡുകളൊക്കെ നമുക്ക് നമ്മുടെ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ഉപകാരപ്പെടും, ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത് ഒരുപാട് കൂട്ടുകാർ ചോദിച്ചു വെച്ചാൽ ഫോസ്റ്റർ പേരൻസിനെ കുറിച്ച്, അതെങ്ങനെയാണ് സെലക്ട് ചെയ്യണമെന്ന്. അതുപോലെ തന്നെ മാസ്ക് ബേഡുകളെ, അല്ല മാസ്കിൻ്റെ കുഞ്ഞുങ്ങളെ ഫിഷർ ബേഡുകൾ ഫീഡ് ചെയ്ത് റേസ് ചെയ്ത് പുറത്തിറക്കുക, അതല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഫിഷർ കുഞ്ഞുങ്ങളെ മാസ്കുകൾ റേസ് ചെയ്ത് പുറത്തിറക്കും. അത് ഓരോ പേരൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോൾ നല്ല പേരൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ മാസ്ക് ഫിഷർ അങ്ങനെ വേർതിരിവില്ലാതെ അവർ ഫീഡ് ചെയ്ത് പുറത്തിറക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന വേണമെന്ന് വെച്ചാൽ ഫിഷറാണ്. ഇതൊരു വയലറ്റ് യൂവിങ് ഫിഷർ, അതിൻ്റെ കൂടെ ഗ്രീൻ ഫിഷർ ഒപ്പലൈൻ. ഇതിൻ്റെ കൂട്ടിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ വൈൽഡ് മാസ്കിൻ്റെ ഒരു കുഞ്ഞുണ്ട്, വയലറ്റ് ഗ്രീൻ. അതുപോലെ തന്നെ 2 ലുട്ടിന ഫിഷർ ഒപ്പലൈൻ, അതിന് 2 കുഞ്ഞുങ്ങളുണ്ട്. ഈ പറഞ്ഞ 3 കുഞ്ഞുങ്ങളെ ആ പേരൻസാണ് ഫീഡ് ചെയ്ത് ഇറക്കുന്നത്. ശ്രദ്ധിക്കണം വെച്ചാൽ അവരുടെ ഗ്രോത്ത്, പിന്നെ അതുപോലെ തന്നെ ചില പേരൻസ് ഫെദർ പ്ലക്ക് ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള പേരൻസിന് വെച്ച് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ ഒരു മാസം ബ്രീഡ് സ്വന്തം കുഞ്ഞിനെ തന്നെ അവർ വെച്ച് അവർ നല്ല രീതിയിൽ ഫീഡ് ചെയ്ത് പുറത്തിറക്കി, പിന്നെ അതിനുശേഷം നമ്മൾ വേറെ കളറുള്ള ബേഡുകളോ മാസ്കുകളോ വെച്ചിട്ട് അവർ കുഴപ്പമില്ല, നല്ല രീതിയിലാണ് അത് നോക്കണം. അപ്പോൾ നമുക്ക് ഈ പേരൻസിനെ ഫോസ്റ്റർ പേരൻസായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റും. നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഹൈ ബ്യൂട്ടേഷൻ ബേഡുകളിലെ ചിക്സുകളാണ് ഇവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ നല്ല രീതിയിൽ അവർ റേസ് ചെയ്ത് പുറത്തിറക്കി തരും. ഗ്രോത്ത് മറ്റേ പഴയ പേരൻസിനായാലും ഈ പേരൻസ് നല്ല രീതിയിൽ അവർ ഫീഡ് ചെയ്യണം. അതിൻ്റെ ഗ്രോത്ത് വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ട് ഫിഷർ ഒപ്പലൈനൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് എല്ലാവർക്കും അറിയാം, ചില പോസ്റ്റുകളെ കാണാറുണ്ട്. ഈ പാർബ്ലൂ ഇൻറ്റു ബ്ലൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇറങ്ങണ ബേഡുകൾ, ഇപ്പോൾ ബ്ലൂ സീരീസ് ബേഡൊക്കെ ഉണ്ടെങ്കിൽ അത് പാർബ്ലൂൻ്റെ സ്പ്ലിറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഫ്യൂച്ചറിലേക്ക് നമുക്ക് അതിൻ്റെ അകത്ത് പാർബ്ലൂസൊക്കെ ഇറങ്ങും എന്നൊക്കെ പറഞ്ഞേക്കാം. അങ്ങനെ പോസ്റ്റിലൊക്കെ പറയാൻ പാരൻസ് ആണെന്നൊക്കെ പറഞ്ഞേക്കാം. ഞാൻ ചെറിയൊരു മ്യൂട്ടേഷൻ അല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഹൈ മ്യൂട്ടേഷൻ ആയിട്ടുള്ള പേൽഫേലോ ഡൺഫേലോ അല്ലെങ്കിൽ ഡയലോട്ട്, അതുപോലെ അങ്ങനെ അവൻ്റെ ഹൈ ബ്യൂട്ടേഷൻ ബേഡുകളിലെ ചിലപ്പോൾ അത് ഒരു പാർബ്ലൂ, എൻ്റെ പാരൻസ് ചിലപ്പോൾ ഒരു പാർബ്ലൂ ഇൻറ്റു ബ്ലൂ സീരീസ് ഏതെങ്കിലും ബേഡുകളായിരിക്കും, ബ്ലൂവോ അല്ലെങ്കിൽ വയലറ്റോ ഏതെങ്കിലും ഒരു ബേഡുകളായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് എടുക്കുമ്പോൾ നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവും, അതിനകത്ത് നമുക്ക് പാർബ്ലൂ റേ കിട്ടും, അതിൻ്റെ സ്പ്ലിറ്റ് ഉണ്ടാവും. അങ്ങനെയല്ല. അങ്ങനെ ഇപ്പോൾ ഈ ഉദാഹരണത്തിൽ ഇതിൽ നിന്ന് ഇറങ്ങിയ 2 ചിക്സുകൾ, അതൊന്ന് SF വയലറ്റാണ്, ഒരെണ്ണം ഡീ ബ്ലൂ ആണ്. നമുക്ക് ഇതിൻ്റെ അത് 2 ചിക്സിനെ കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ ഇതിരുന്ന് നമുക്ക് 2 ചിക്സിനെ കിട്ടിയുള്ളൂ. ചിലപ്പോൾ മേ ബി ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പെയറിങ്ങിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ, പിന്നെ നമ്മൾ ചോദിച്ചറിഞ്ഞ കാര്യത്തിലും വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കാര്യത്തിൽ ഇതിനൊന്ന് 50% പാർബ്ലൂ 50% ബ്ലൂ സീരീസ് ബേഡുകൾ ഇറങ്ങും. അപ്പോൾ ഇതിനകത്ത് ഇറങ്ങണ ഈ ബേഡുകൾ ഒരു കാരണവശാലും പാർബിൾ സ്പ്ലിറ്റ് ആവില്ല, അതിനകത്ത് പാർബിളിൻ്റെ ജീനും ഉണ്ടാവില്ല, ജീൻ കയറി ചെയ്യില്ല. പിന്നെ അഥവാ നമുക്ക് ഇപ്പോൾ ഈ ബേഡ് ഇപ്പോൾ പാർബിൾ വയലറ്റ് DF വയലറ്റ് കളർ മാസ്ക് കാണാൻ അതുപോലെ തന്നെ മറ്റേത് ഡീ ബ്ലൂ. നമുക്കിതിൻ്റെ സ്പ്ലിറ്റ് വേണം. ഇപ്പോൾ കൂടി അങ്ങനെ പെയർ ചെയ്തിട്ടുണ്ട്. സ്പ്ലിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെയർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയലറ്റ് ഗ്രീൻ സ്പ്ലിറ്റ് ബ്ലൂ, അല്ലെങ്കിൽ വൈൽഡ് മാസ്ക് നമ്മൾ സ്പ്ലിറ്റ് ബ്ലൂവിനെടുത്തിട്ട്, അതായത് അതിൻ്റെ കൂടെ പെയർ ചെയ്ത് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ചെയ്തേക്കണ അതിനിറങ്ങി കുഞ്ഞാണിത്. അപ്പോൾ ഇതൊരു വൈൽഡ് മാസ്ക് സ്പ്ലിറ്റ് ബ്ലൂ ബേഡിനോട്ട് പെയർ ചെയ്ത് വയലറ്റിനോട്ട് പെയർ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഇറങ്ങിയ ചിക്കാണിത്. നേരത്തെ കാണിച്ച പേരൻസിൻ്റെ ചിക്കല്ല, അതല്ലാണ്ട് നമ്മുടെ അടുത്തൊരു സൈസ് കൂടിയ ബേഡുണ്ട്. അപ്പോൾ അതിൻ്റെ സൈസ് ഒന്നുകൂടി കയറ്റാൻ, മറ്റുള്ള ബേഡിലേക്ക് കയറ്റാൻ വേണ്ടി പെയർ ചെയ്ത് ഇറക്കിയേക്കണ ഫസ്റ്റത്തെ ചിക്കാണ് ഈ കാണുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ചെയ്ത് ഇതുപോലത്തെ കുഞ്ഞുങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും.
അതല്ലാതെ നമുക്ക് ഇറങ്ങണ ബേഡ് ഇപ്പം ഇങ്ങനെ പെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ പാർബിളോട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങണ ബേഡുകളാണ് സ്പ്ലിറ്റ് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഈ കാണുന്ന ബേഡ് അതിൻ്റെ കൂടെ സെയിം അതിൻ്റെ കൂടെ തന്നെ ഇറങ്ങിയതാണ്. ഇത് വയലറ്റ് ഗ്രീനാണത്. നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് 3 കുഞ്ഞുങ്ങളാണ് കിട്ടിയത്. അതിലൊരെണ്ണം ഞാൻ നേരത്തെ കാണിച്ചത് അതിലൊരു ഫിഷർ ഒപ്പലേൻ്റെ കൂട്ടിലിരിക്കുന്നത്. ബാക്കി ഒരെണ്ണം ഇത്, പിന്നെ ഇതിന് മുമ്പ് കാണിച്ച ബേഡ് വേറെ ബേഡ്, അങ്ങനെ 3 ബേഡാണ് ഇറങ്ങിയത്. ഒരു ബ്ലൂവും 2 വയലറ്റ് ഗ്രീൻ സ്പ്ലിറ്റ് ബ്ലൂ ഇറങ്ങിയത്. പിന്നെ ഈ ബേഡ് എടുത്തിട്ട് നമുക്ക് ഇനി ഒരു പാർബ്ലൂയിലൂടെ പേർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് പാർബ്ലൂ ചിക്സും കിട്ടും, ബ്ലൂ സീരീസ് ചിക്സിനെയും കിട്ടും, അതുപോലെ തന്നെ ഗ്രീൻ സീരീസ് കിട്ടും. അതാണ് ഈ ഗ്രീനിൻ്റെ പ്രത്യേകത. ഇതൊക്കെ നമ്മുടെ ഫ്യൂച്ചറിലേക്ക് ഇനിയിപ്പോൾ അടുത്ത പെയറിങ്ങിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ റെഡിയാക്കിയിട്ട് ആ ബേഡുകളാണ് ഈ കാണുന്നത്. അപ്പോൾ 2 ബേഡുകൾ കണ്ട് ഇങ്ങനെ വർക്ക് ചെയ്ത് ഇറക്കിയ ബേഡാണ് സ്പ്ലിറ്റ് ബ്ലൂ, അതുപോലെ വയലറ്റോട്ട് ഇറക്കിയ ബേഡാണ്. ഫസ്റ്റ് കണ്ടത് ഡീ ബ്ലൂ, അതുപോലെ ഇപ്പം വയലറ്റ് ഗ്രീനാണത്. 3 ഉണ്ട്. അതിൽ 2 ഗ്രീനും ഒരു ഡീ ബ്ലൂ ആണുള്ളത്. നല്ല സൈസായിട്ടുള്ള ചിക്സുകളാണ് ഇറങ്ങി കിട്ടിയത് ഇപ്രാവശ്യം. ഏകദേശം 10-28 ദിവസം പ്രായമായിട്ടുള്ള ചിക്കുകളാണത്. ഇത് ഡീ ബ്ലൂ, നേരത്തെ കണ്ടത് വയലറ്റ് ഗ്രീൻ. ഒരു ചിക്സും ഉണ്ട് നമ്മുടെ നേരത്തെ കാണിച്ചിരുന്നത് അതിലൊട്ടൊരു ഫിഷർ ഒപ്പലേൻ്റെ ആ സെയിം കൂട്ടി തന്നെ ഇരിക്കുന്ന ചിക്ക്. ഇതിൻ്റെയൊക്കെ ആ ഒരു സൈസും ഈ മാസ്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ കോളർ മാസ്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ വൈറ്റ് കോളർ, അതുപോലെ തന്നെ ഹെഡ്, പിന്നെ നല്ല ബബ്ലി ആയിരിക്കണം, നല്ല സൈസ് ആയിരിക്കണം. എന്നാലാണ് അതൊരു ഷോ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മാസ്ക് ഉണ്ടാവും, കോളറുണ്ടാവും, പക്ഷേ സൈസ് ഉണ്ടാവില്ല. എല്ലാം കൂടി തികഞ്ഞ് വരുമ്പോഴാണ് ആ ഒരു ക്വാളിറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ വർക്ക് ചെയ്തിട്ടിരിക്കും. ഇത് ഇറങ്ങുന്ന ചിക്സുകൾ എടുത്തിട്ട് വേറെ കളറിലേക്ക്, പാർബ്ലൂ, വയലറ്റ് അങ്ങനെയുള്ള കളറിലേക്ക് കൂടുതൽ ബ്രീഡ് ചെയ്യിപ്പിച്ച് അങ്ങനെയുള്ള ചിക്സുകളെ പുറത്തിറക്കും. നമ്മുടെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ വയലറ്റ്, പാർബ്ലൂ വയലറ്റ്, DF, പിന്നെ അതുപോലെ വൈൽഡ് മാസ്ക്, അതാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പം അങ്ങനെയുള്ള പേരാണ് കൂടുതൽ ഞാൻ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മറ്റുള്ള ഫിഷറാണെങ്കിലും എൻ്റെ ഒരു കളക്ഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അങ്ങനെ സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ അതുകൊണ്ട് ഈ ആഫ്രിക്കൻ ലവ് ബേഴ്സ് നമ്മൾ ഇനി ഫ്യൂച്ചറിലേക്ക് ആഫ്രിക്കൻ ലവ് ബേഴ്സിൻ്റെ ആ ഒരു മ്യൂട്ടേഷൻ അതൊരിക്കലും അവസാനിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ 2021 ഒരു മ്യൂട്ടേഷനാണ്. അതായത് യെല്ലോ ഫേസ്. അതിപ്പോൾ സാധാരണ മറ്റേ ഗ്രീൻ ഫിഷറിനെ കണ്ടറിയാൽ ഓറഞ്ച് കളറായിരിക്കും, ഇതിൻ്റെ യെല്ലോ കളറാണ്. ഇതിൻ്റെ പല മ്യൂട്ടേഷൻസ്, അതായത് ഒപ്പലൈൻസ് അങ്ങനെയുള്ള ബേഡുകളൊക്കെ ഇറങ്ങും ഫ്യൂച്ചറിൽ, ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അക്വ പാർബ്ലൂവിൻ്റെ മാർക്ക് നിങ്ങൾക്കറിയാം. അതിൻ്റെ ഒരു നെറ്റിലൊരു ഓറഞ്ച് കളറുണ്ടാവും. അത് ഫുള്ള് ഹെഡിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു മ്യൂട്ടേഷൻ. ഇതിൻ്റെ ഒപ്പലൈനാണ് ഈ കാണുന്നത്. പാർബ്ലൂ, അതുപോലെ വയലറ്റ്, വയലറ്റ് ഒപ്പലൈൻസാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ പല മ്യൂട്ടേഷൻ അങ്ങോട്ട് ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ ബേഡുകൾ വരും. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മൾ ഇതേപോലത്തെ വൈൽഡ് ബേഡുകൾ നമ്മൾ കളക്ട് ചെയ്യണം. അതിൻ്റെ കൂടെ വേറെ ചിക്സുകളൊക്കെ നല്ല രീതിയിൽ ഇറക്കണമെന്നുണ്ടെങ്കിൽ വൈൽഡ് ബേഡുകളെ കളക്ട് ചെയ്യണം. അപ്പോൾ അതാണ് ഈ വർഷം നിങ്ങൾക്ക് 2021 നിങ്ങളുടെ ബ്രീഡിങ്ങിൽ കൂടുതൽ എന്താ പറയുക ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞു തരാനുള്ള കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ ഉപകാരപ്പെടുന്ന വീഡിയോകൾ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനത് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. പിന്നെ വീണ്ടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി അങ്ങോട്ട് 2024 ബേഡുകളെ കളക്ട് ചെയ്യുമ്പോൾ ക്വാളിറ്റി നോക്കി ബേഡുകളെ കളക്ട് ചെയ്യുക. ഹൈബ്രിഡ് ബേഡുകളെ എടുത്ത് ബ്രീഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ചിക്സുകളെ പുറത്തേക്ക് ഇറക്കാതിരിക്കാൻ ശ്രമിക്കുക. ഒരുപാട് ബേഡുകൾ ഇറങ്ങുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വൺസ് അഗെയിൻ ഹാപ്പി ന്യൂ ഇയർ. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു നല്ലൊരു വർഷം എല്ലാവർക്കും നേർന്നോളൂ.